ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ ദേവ്യാനി നയനയെ കുറിച്ച് അധികമായിട്ട് മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊന്നും മുത്തശ്ശന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നയന ഇൻഫെക്ഷൻ വന്നിട്ട് നയനയുടെ വീട്ടിലാണ്. ദേവ്യാനി കാരണമാണല്ലോ നയനയ്ക്ക് ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്. ദേവ്യാനിക്ക് അസുഖം ഭേദമായി, എന്നാൽ നയനയ്ക്ക് അസുഖം ഭേദമാവുന്നില്ല. നിരന്തരമായിട്ടുള്ള ദേവ്യാനിയുടെ കുറ്റപ്പെടുത്തല് കേൾക്കാൻ കഴിയാതെ മുത്തശ്ശൻ ദേവ്യാനിയും കൂട്ടി നയനയെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് പരാതി പറയാനായിട്ട് ജാനകിയും ജലജയും ദേവ്യാനിയുടെ അടുത്തേക്ക് വരുന്നതാണ്. ഏട്ടത്തി, ആ എന്താ ജാനകി? ഒന്നുമില്ല ഏട്ടത്തി, ഏട്ടത്തിക്ക് വയ്യാതിരിക്കുമ്പോ പറയാൻ പറ്റുമോന്നറിയില്ല, എന്നാലും ഞങ്ങൾ പറയുക. ഇവിടെ ഒരു ദിവസം എന്തോ ഒരു പണിയാന്നറിയോ ഏട്ടത്തി. ആ നയന ഇത് എവിടെ പോയി കിടക്കുക? നയനെ എന്തിനാ? അല്ല ഏട്ടത്തി, അവളായിരുന്നല്ലോ ഇവിടുത്തെ പണിയൊക്കെ എടുത്തോണ്ടിരുന്നത്. ഇവിടുത്തെ പണിയെടുത്ത് ഞങ്ങൾക്ക് വയ്യാതായി. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ നയനെ ഒന്ന് തിരിച്ചു വിളിക്കണം. നയനെ ഞാൻ തിരിച്ചു വിളിക്കാനോ? ഏട്ടത്തിയല്ല അവളിവിടെ ജോലിക്കാരിയായി വെച്ചിരിക്കുന്നത്. അപ്പൊ അവൾ ഇവിടുത്തെ ജോലിക്കാരിയൊക്കെ നോക്കേണ്ടതല്ലേ? അത് നോക്കാതെ അവൾ അവളുടെ വീട്ടിൽ പോയി ഇരിക്കാൻ പാടുണ്ടോ? എനിക്ക് അവളുടെ മുഖം കാണാത്തോണ്ട് എന്തൊരു ആശ്വാസം ഉണ്ടെന്ന് അറിയോ? മനസ്സിനൊരു സമാധാനമുണ്ട്. അവള് വന്നിട്ട് അതൊക്കെ നഷ്ടപ്പെടുത്താനാണോ? അപ്പൊ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി ഞങ്ങളുടെ കഷ്ടപ്പാട് ഏട്ടത്തി കാണാത്തോണ്ടാ. ഏട്ടത്തിക്ക് തന്നെ അറിയാലോ ഇവിടുത്തെ പണി, അത്രത്തോളം പണിയുണ്ട്. അവളാണെങ്കിൽ ഈ ജോലിയൊക്കെ അർഹിക്കുന്നതാ. നിങ്ങളിപ്പോ പറഞ്ഞിട്ട് വരുന്നത് ഞാൻ അവളെ വിളിച്ചോണ്ട് വരണമെന്നാണോ? അങ്ങനെയല്ലേ ഏട്ടത്തി, ആദർശനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയണം. അവൾ അതിന് വന്നില്ലെങ്കിലോ? അങ്ങനെ വരാതിരിക്കാൻ പാടുണ്ടോ? ഇതവക്ക് വാശിയേട്ടത്തി, എല്ലാത്തിനുള്ളത് ഇവിടെ എത്തിയിട്ട് കൊടുക്കണം. ശരി, ഞാൻ ആദർശനോടൊന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരെ ഏട്ടത്തി, എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ആ നിങ്ങളൊന്ന് പൊയ്ക്കേ. അവളുടെ പേര് പോലും കേൾക്കാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ വീണ്ടും അത് എടുത്തു വെച്ചേക്കുവാ. നിങ്ങൾ പൊക്കോ, ഞാൻ പറഞ്ഞോളാം. ശരി ഏട്ടത്തി. ഇതും പറഞ്ഞ് ജാനകിയും ജലജയും അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ് വീട്ടിലോട്ട് കയറി വരുന്നതാണ്. അപ്പൊ തന്നെ ദേവ്യാനി ചെല്ലുന്നുണ്ട്. ആ ആദർശെ, നീ എവിടെ പോയി വരിക? അതെ, ഞാനൊന്ന് ജംഗ്ഷൻ വരെ പോയതാമേ. എന്തിനാ ഇപ്പൊ ജംഗ്ഷനിൽ പോയത്? ഒന്നുമില്ല, ഒരാളെ കാണാനുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടോ? ആ കണ്ടു. നീ നിന്റെ ഭാര്യയെ കാണാൻ പോയതല്ലല്ലോ? ഏയ്, ഞാൻ നയനയെ കാണാൻ പോയതൊന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ നയന എന്ന് പറയുന്നവളിപ്പോ എവിടെയാ? അപ്പൊ ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അമ്മ ഇപ്പൊ എന്തിനാ നയനയെ തിരക്കുന്നത്? ചോദിച്ച് കേട്ടില്ലേ ഈ നയന എന്ന് പറയുന്നവൾ എവിടെയാണെന്ന്? അമ്മ, നയനയുടെ വീട്ടിലാ. അതെന്താ, അവളുടെ ഭർത്താവിന്റെ വീട് അവളുടെ വീട്ടിൽ തന്നെയാണോ? അത് നയനക്ക് സുഖമില്ല, അപ്പൊ ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നോളം പറഞ്ഞു. ഓഹോ, ഇപ്പൊ കുറെ ദിവസം ആയാലോ അവൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും അവള് വരാറായില്ലേ? അപ്പൊ ആദർശം ഇങ്ങനെ കരുതുന്നുണ്ട്, അമ്മ ഇപ്പൊ എന്തിനായിരിക്കും നയനയെ തിരക്കുന്നത്? ഈശ്വര, എന്തേലും പ്രശ്നം ഉണ്ടാവോ? ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീ ഏത് ലോകത്താ? അമ്മേ, നയന കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. കുറച്ച് ദിവസത്തിനുള്ളിലല്ല, അവൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കണം. ഇന്നോ? ഇന്ന് നയനയ്ക്ക് എത്താൻ പറ്റില്ല. അതെന്താടാ, അവൾ ഇവിടെ ഒന്നുമല്ലേ? അല്ലമ്മേ, കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞല്ലേ, അപ്പോൾ 1-2 ആഴ്ച കൂടി കഴിഞ്ഞാൽ വന്നോളൂ. ആദർശ്, അവള് നിന്നോടത്തോളൊക്കെ മതി. 2 ആഴ്ച പോയിട്ട് ഒരു ദിവസം പോലെ ഇനി സമയം കൊടുക്കില്ല. ഇന്ന് ഇവിടെ എത്തിയിരിക്കണം. പോയിട്ട് അവളെ വിളിച്ചോണ്ട് വാ. അമ്മ ഇപ്പൊ എന്തിനാ നയനെ വിളിച്ചോണ്ടിരാൻ പറയുന്നേ? അമ്മയ്ക്ക് നയനെ കാണുന്ന പോലെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ നയന വന്നിട്ട്? നയനയോട് വഴക്കിടാനാണോ? എനിക്ക് അവളോട് വഴക്കിടാനൊന്നല്ല, അല്ലേനും എനിക്ക് അവളെ കാണണമെന്ന് പോലുമില്ല. പിന്നെ എന്തിനാ അമ്മ ഇപ്പൊ നയനോട് വരാൻ പറയുന്നേ? ഈ വീട്ടിലെ പണികളെ ജോലിക്കാരി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നില്ല. അവളെ പിന്നെ ഞാനൊരു ജോലിക്കാരിയായേ കണ്ടത്. ആ കാര്യത്തിലെങ്കിലും അവള് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അവളെ ചെന്ന് വിളിച്ചോണ്ട് വാ. നയനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനോ? ജാനകിയും ജലജയും കുറച്ചു ദിവസമായിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. സത്യം പറഞ്ഞ സമയത്തിന് ഇവിടെ ഭക്ഷണം പോലും ആവുന്നില്ല. അവര് കുറച്ച് ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. നീ ചെന്ന് അവളെ വിളിച്ചോണ്ട് വാ. ഇനിയൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കല്ല ആദർശേ. അപ്പൊ ആദർശ് ഇങ്ങനെ കരുതുന്നുണ്ട്, ഓഹോ, അപ്പൊ അപ്പച്ചും ചെറിയമ്മയും കൂടി തന്ന പണിയായത്. ചെല്ല ആദർശേ, സമയം കളയണ്ട. അമ്മേ, നയനിക്ക് വയ്യാത്തതാ. നയനി ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ തന്നെ നയനിക്ക് ഇത്രയും പണിയൊന്നും എടുക്കാൻ പറ്റില്ല. അവക്ക് അത്രമേൽ വയ്യായികയൊന്നുമില്ല. നീ ചുമ്മാ പറയുവാ. അവളെ അവിടെ കൊണ്ടു നിർത്തിയിട്ട് നിനക്കിഷ്ടമുള്ളപ്പോ അവിടെ ചെന്ന് കാണാലോ, അല്ലേ? എന്റെ പൊന്നമ്മേ, അങ്ങനെയൊന്നും അല്ല. നയനിക്കിപ്പോ ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുക. ആ സമയത്ത് ജോലി ചെയ്യാൻ പാടില്ല. ബെഡ് റെസ്റ്റോ? അവക്ക് എന്തിനാടാ ബെഡ് റെസ്റ്റ്? അത് അമ്മേ, നീ ചുമ്മാ കള്ളം പറയാതെ അവളെ പോയി വിളിച്ചോണ്ട് വാടാ. അമ്മേ, എന്റെ ഭാര്യയാണ് അവള്. അവളിവിടെ ജോലിക്കാരിയായി കൊണ്ടുവന്നൊന്നല്ല. ഇവിടെ ഇട്ട് ഇനി കഷ്ടപ്പെടുത്താൻ നയനെ കിട്ടില്ല അമ്മേ. ഓഹോ, അവക്ക് വേണ്ടി നീ എന്റെ വാക്ക് ധിക്കരിക്കുമല്ലേ? അമ്മ കാര്യമാണ് പറയുന്നെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കും. പക്ഷേ ഇതിപ്പോ നയനയ്ക്ക് വയ്യ. അവളുടെ അസുഖമൊക്കെ മാറിയിട്ട് അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്തും. അന്നും ഈ പണികളൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ. അമ്മ എന്ത് പറഞ്ഞാലും നയനെ ഇപ്പൊ ജോലി എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ഇതും പറഞ്ഞ് ആദർശം എല്ലാം അവിടുന്ന് തടി തപ്പാണ് കേട്ടോ. ഇവൻ എന്താ പറഞ്ഞിട്ട് കേൾക്കാത്തത്?
എന്നാൽ ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ജാനകിയും ജലജയും വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദർശ് പോയത് മനസ്സിലാക്കിയിട്ട് അവർ നേരെ ദേവ്യാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഏട്ടത്തി എന്തായി? ആദർശ് എന്താ പറഞ്ഞത്? അവൻ എന്ത് പറയാൻ, അവൻ അവളെ വിളിക്കാൻ പോകില്ലെന്ന്. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി? അവര് രണ്ടുപേരും ഉടക്കിയോ? ഉടക്കിയതൊന്നുമല്ല, ഇപ്പൊ അവൻ അവളോട് ഭയങ്കര സ്നേഹമാ. അവക്കെന്തോ ചെറിയ വയ്യായ്മയുണ്ട്, അതിന് ബെഡ് റെസ്റ്റ് വേണമെന്നും പറഞ്ഞ് അവള് വീട്ടിലിരിക്കുക. ഇവിടെ വന്ന് അതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്റെ ഏട്ടത്തി അവള് പഠിച്ച കള്ളിയാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഷോ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ജലജെ? എന്ത് ചെയ്യാനാ? ഒരാളും കൂടി കിട്ടിയ കുറച്ച് പണിയെങ്കിലും ഒഴിഞ്ഞു കിട്ടുമായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ജാനകി നീ അനാമിക മോളോടൊന്ന് നമ്മളെ സഹായിക്കാൻ വരാൻ പറ. അയ്യോ അത് പറ്റില്ല, മോക്കധികം പണിയൊന്നും എടുത്ത് പരിചയമില്ല. ജാനകി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മരുമോൾ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടല്ലോ, അവളോട് കയ്യുന്ന പണിയൊക്കെ ചെയ്തു തരാൻ പറ. ആ മടിച്ചിയോ? അവൾ വന്നിട്ടിപ്പോ ഇവിടുത്തെ പണിയൊക്കെ നമുക്ക് ചെയ്യാം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അനാമിക മോളെ കൊണ്ട് ഈ വലിയ വീട്ടിലെ പണിയൊക്കെ എടുപ്പിച്ചെന്ന് അവളുടെ അച്ഛനും അമ്മയും അറിഞ്ഞാ നമ്മളൊക്കെ എന്തിനു നന്ന്. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ ജാനകി? നീ നടക്ക്, നമുക്ക് എന്നെ നോക്കാം. എന്നാലും എന്റെ ഏട്ടത്തി എങ്ങനെയെങ്കിലും ആ നയനെ ഇവിടെ എത്തിക്കാൻ പറ്റൂ. അവളുടെ മുഖം കാണുന്ന പോലെ എനിക്കിഷ്ടല്ല, അവള് വരാതിരിക്കുന്ന എന്നാ നല്ലതും. ശരി ഏട്ടത്തി. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ ജാനകിയോട് പറയുന്നുണ്ട്, എന്റെ ജാനകി ഏട്ടത്തിക്ക് അവള് വരുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കാര്യത്തിലൊന്നും ആദർശനോട് ഏട്ടത്തി പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്നതാണ്. അങ്ങോട്ടേക്ക് ദേവ്യാനി ദേഷ്യം പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരുത്തി ഇവിടുന്ന് പോയിട്ട് കുറച്ച് ദിവസം ആയല്ലോ, എന്തേ അച്ഛനും അമ്മയ്ക്കും അവളെ കുറിച്ച് ഒന്നും അറിയണ്ടേ? ആരെക്കുറിച്ചാ നീ പറയുന്നത്? അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമുള്ള മരുമകളുണ്ടല്ലോ, ഇവിടുത്തെ മൂത്ത മരുമകള് നയന, അവളെക്കുറിച്ച് തന്നെ. ഓ, അപ്പൊ പറഞ്ഞു വന്നാ നിന്റെ മരുമകളായിട്ട് വരും അല്ലേ ദേവിയനി? അച്ഛാ, ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞത് മുതൽ അവൾ ഇവിടെ കണ്ടിട്ട് പോലില്ല. അവളെന്താ ഇങ്ങോട്ട് വരാത്തത്? നിങ്ങളൊക്കെ പറയുന്നു എനിക്ക് പാലിൽ വിഷം കലർത്തി തന്നത് അവളല്ലെന്ന്, പിന്നെ എന്നെ പേടിച്ചല്ലാതെ അവൾ എന്തിനാ ഇങ്ങോട്ട് വരാതിരിക്കുന്നേ? ദേവിയാനി, നിന്നോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ, മോൾ അങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല. മോൾക്ക് വയ്യാത്തോണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ പോയിക്കുക. പിന്നെ നീ ആദ്യം ചോദിച്ചില്ലേ നയനമോളെ കുറിച്ച് എനിക്കും വസുന്ധരയ്ക്കും ഒന്നും അറിയില്ലേന്ന്? ഞങ്ങൾ ഇടയ്ക്ക് മോളെ പോയി കാണാറുണ്ട്. അത് മാത്രമല്ല മോളുടെ വിശേഷം എന്നും തിരക്കാറുണ്ട്. നീ അതൊന്നും ചെയ്യാത്തത് ഞങ്ങളുടെ കുഴപ്പമാണോ? അല്ല, ഇപ്പൊ എന്തിനാ നിനക്ക് മരുമകളുടെ ആവശ്യം വന്നോ ദേവ്യാനി? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാതെ വരുമ്പോ അവരെ ഇഷ്ടപ്പെടാത്തവരെ പോലും ആശ്രയിച്ചെന്നിരിക്കും. എനിക്കിപ്പോ അവളുടെ ആശ്രയമൊന്നും വേണ്ട. എന്താ അച്ഛനമ്മ എന്താ പറയുന്നത്? ഞാൻ അവൾ ആശ്രയിക്കാണെന്നാണോ? ഒരിക്കലും അല്ല. ഇവിടെ ഒരു ജോലിക്കാരിന്റെ കുറവ്. അവള് പോയതിനു ശേഷം ജാനകിയും ജലജയൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് മീനാക്ഷിയോട് വരാൻ പറഞ്ഞാൽ പോരെ? മീനാക്ഷി ഇടക്കും തലയ്ക്കൊക്കെ അല്ലേ വരുന്നത് അച്ഛാ. ബാക്കിയുള്ള പണികളൊക്കെ അവര് തന്നെ വേണ്ട ചെയ്യാൻ. പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, വീട്ടില് വെറുതെ ഇരിക്കുവല്ലേ. അപ്പൊ പിന്നെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ എടുത്തെന്ന് കരുതി ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. പണ്ടേ അങ്ങനെ ഒന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാ. അതൊക്കെ പതിയെ ശീലമായിക്കോളൂ. എന്ത് പറഞ്ഞാലും അച്ഛനും അമ്മ അവളെങ്ങനെ ന്യായീകരിക്കുമല്ലോ, അത് തന്നെയാ അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നതും. അഷ്ടിക്ക് വകയില്ലാതെ ഇങ്ങോട്ട് കയറി വന്നതാ. ആ കനകയുടെ എല്ലാ പ്ലാനിങ്ങും അവളുടെ തലയിലുണ്ട്. രണ്ടും അച്ചട്ട് ബുദ്ധിയാ. ഇവളൊക്കെ വലുതായാലേ എന്തൊക്കെ പ്രശ്നം കാണാനിരിക്കുന്നു. അവളെപ്പോലെ ഒരുത്തിയാണല്ലോ എന്റെ മോന് കെട്ടേണ്ടി വന്നത്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോള് നീ ഒരിക്കൽ തിരിച്ചറിയും. ഞാൻ തിരിച്ചറിഞ്ഞതാ, ഇനി നിങ്ങളൊക്കെയാ തിരിച്ചറിയാനുള്ളത്. കള്ളക്കൂട്ടങ്ങളാ. എനിക്ക് വിഷം തന്നെ കൊല്ലാൻ നോക്കുമായിരുന്നു. വിഷം തന്നത് അവളാണല്ലോ. അപ്പൊ എന്റെ മുന്നിൽ നിൽക്കാൻ അവക്ക് കുറച്ച് നാണക്കേടുണ്ടാവും. ചാവുമെന്ന് കരുതി വിഷം തന്നതാ. രക്ഷപ്പെട്ടപ്പോ അവക്കെന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. നാണം കെട്ട ഇനങ്ങൾ. ഇങ്ങോട്ട് വരട്ടെ അവള്, അടിച്ചിറക്കും ഞാൻ ഇവിടുന്ന്. ദേവേനി, നീ പറയുന്ന കാര്യങ്ങൾ അതിര് കിടക്കുന്നുണ്ട്. എന്ത് അതിര് കിടക്കുന്നുണ്ടെന്നാ അച്ഛൻ പറയുന്നത്? മതി ദേവേനി, നീ ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇനിയും നീ ആ സത്യം അറിഞ്ഞില്ലെങ്കിൽ അത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഇനിയും നീ അറിഞ്ഞില്ലെങ്കിൽ ആ പാവത്തിന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ പഴിച്ചുകൊണ്ടിരിക്കും. ദേവേനി, നീ വാ, നിനക്കൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇതും പറഞ്ഞ മുത്തശ്ശനും ദേവ്യാനയും കൂടി കാറിൽ പോവാട്ടോ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അച്ഛാ ആരെയെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, അതൊക്കെ നീ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ നേരെ ഇവരുടെ കാറ് പുതിയ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ ആദർശ് നയനിക്ക് വേണ്ടിയിട്ട് ഒരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വീട്ടിലേക്കാണ് മുത്തശ്ശനും ദേവ്യാനയും ഒക്കെ ചെല്ലുന്നത്. ഇത് ആരുടെ വീടാ അച്ഛാ? വാ കയറ്. അച്ഛാ, ആളറിയാത്ത നമ്മള്, എനിക്കും നിനക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാ ഈ വീട്ടിലുള്ളത്. നീ വാ. എന്നിട്ട് മുത്തശ്ശൻ നേരെ ആ നയന കിടക്കുന്ന മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. നയനയെ കണ്ട പാടെ തന്നെ ദേവ്യാനി ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ഇന്നാ കണ്ടോ, നീ ഇത്ര നേരം പഴിച്ചിരുന്ന ആളാണിത്. എന്റെ ജീവന്റെ ഒരു ഭാഗമായിരുന്ന നയനമോള്. ഈ നയനമോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ മാത്രമാ. നയനയ്ക്കിത് എന്തു പറ്റി? ഞാൻ എങ്ങനെ അച്ഛ കാരണക്കാരാവുന്നേ? നിനക്ക് ബ്ലഡും ലിവറും തന്ന് സഹായിച്ചത് മറ്റാരാന്നാ നീ കരുതിയത്? കൃത്യസമയത്ത് ഒരു പ്രതിഫലം പോലും പ്രതീക്ഷിക്കാതെ, നിന്നെ കാണുക പോലും ചെയ്യാതെ നിനക്ക് ബ്ലഡും ലിവറും തന്നത് മറ്റാരാന്നാ നീ കരുതിയത്? ഈ കിടക്കുന്ന നിന്റെ മരുമകളാ. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്ന അച്ഛാ? ഇതൊക്കെ സത്യമാണോ? സത്യമല്ലാതെ
ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടോ? ഈ കിടക്കുന്നത് നിന്റെ മരുമകളാ. നിന്നെ രക്ഷപ്പെടുത്തി നയനമോൾ ഇപ്പോൾ ഈ അവസ്ഥയിലായി. മോൾക്ക് ഇൻഫെക്ഷൻ വന്നതാ. നിന്നെ സഹായിച്ച നയനമോൾ ഈ അവസ്ഥയിലായി. ഇനി നീ പറ, നീ നയനമോളെ കുറ്റപ്പെടുത്തുവോ? ഇനിയും നീ നയനമോളെ വെറുക്കുകയാണെങ്കിൽ നിന്നോട് ഒരു ദൈവം പോലും പൊറുക്കില്ല ദേവേനി. ദൈവം മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയായ ഞങ്ങൾ പോലും നിന്നോട് പൊറുക്കില്ല. അതേസമയം തന്നെ മുറിയിലേക്ക് ഗോവിന്ദനും കനകയൊക്കെ വരുന്നുണ്ട്. കനക ദേവേനിയുടെ മുഖത്തേക്ക് സഹതാപത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവേനി. ആ വിളിയിൽ തന്നെ വല്ലാത്തൊരു നിഷ്കളങ്കതയുണ്ട് കേട്ടോ. ദേവേനി പതുക്കെ കനകയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയുടെ കാൽ കീഴിലിരിക്കുകയാണ്. പതുക്കെ നയനയുടെ കാലിലൊന്ന് തൊടുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.